ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ റിയൽമിയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. അപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 6800 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C30s എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. HD റെസൊല്യൂഷനും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചൊക്കെയാണ് വരുന്നത്. പിന്നെ ബേസിക് ആയിട്ടുള്ള യൂണി SoC SC9863A എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 8 മെഗാ പിക്സൽ ക്യാമറയും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 8300 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C55 എന്നുള്ള സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കൂടെ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുൾ HD റെസൊല്യൂഷന് വരുന്ന LCD ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം അതും എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ പഞ്ചോൾ ഡിസൈനും 90 Hz റിഫ്രഷ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. അതും നല്ല കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ മീഡിയാടെക്കിന്റെ ഹീലിയോ G88 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 64+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് നാർസോ N55 എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. പക്ഷേ ഇപ്പം അതിൻ്റെ വില 9500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ C55 ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 10400 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 10 4G എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അപ്പം AMOLED ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയാടെക്കിന്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് ഒരു 5G ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 10500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ റിയൽമി നാർസോ 60X 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. മീഡിയാടെക് Dimensity 6100+ എന്ന പ്രോസസ്സറാണ് വരുന്നത്. 9 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 10500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റിയൽമി C67 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷേ വില ഇപ്പം 12400 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന ഫോണുകളിലൊക്കെ 5G സപ്പോർട്ട് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ 12000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 12X 5G എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് നമുക്ക് 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അപ്പം അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 14500 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി നാർസോ 60 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം. 6.43 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയാടെക് Dimensity 6020 എന്ന പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. 9 5G ബാൻഡ്സ് ആണ് വരുന്നത്. 64+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 14500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഇതിനേക്കാൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 16000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന റിയൽമി P1 5G എന്നുള്ള സ്മാർട്ട് ഫോണാണ്. ഇതിലും AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക് Dimensity 7050 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 9 5G ബാൻഡ്സ് ആണ് വരുന്നത്. പിന്നെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. 5000 mAh ബാറ്ററി തന്നെയാണ് വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഈ ഫോണ് 16000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ 20000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമി 12+ 5G അതുപോലെ തന്നെ റിയൽമി നാർസോ 70 Pro 5G എന്നീ ഫോണുകൾ വരുന്നുണ്ട്. രണ്ടിലും ഏകദേശം അടുത്ത് വരുന്ന ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക് Dimensity 7050 എന്ന പ്രോസസ്സർ തന്നെയാണ് രണ്ട് ഫോണുകളിലും വരുന്നത്. പിന്നെ 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ മെയിൻ ക്യാമറ സെൻസറിന്റെ വ്യത്യാസം വരുന്നുണ്ട്. 12+ൽ LYT 600 സെൻസറാണ് വരുന്നത്. എന്നാൽ നാർസോ 70 Proയിൽ സോണി IMX890 മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. ഇതിൽ 12+ 5G എന്ന സ്മാർട്ട് ഫോൺ 19700 രൂപ പ്രൈസ് റേഞ്ചിലും നാർസോ 70 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 20000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഏകദേശം അടുത്ത് വരുന്ന ഫീച്ചേഴ്സ് തന്നെയാണ്. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാവുന്നതാണ്.
ഇതിൽ ക്യാമറ ആണ് മെയിനായിട്ട് നോക്കുന്നതെന്നുണ്ടെങ്കിൽ റിയൽമി 12 5G എന്ന സ്മാർട്ട് ഫോൺ നോക്കാം. അല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 70 Pro 5G എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. പിന്നെ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി P1 Pro 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാം. 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 9 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. സോണി LYT600 മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 22,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 23,400 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 12 Pro 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ ക്യാമറയിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് 32 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 23,400 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 12 Pro Plus എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ നമുക്ക് ടെലിഫോട്ടോ ലെൻസിന് പകരം 64 മെഗാ പിക്സൽ പെരിസ്കോപ്പ് ലെൻസ് ലഭിക്കുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 12 Pro Plus എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. പിന്നെ പഴയ ഫോൺസ് ഒക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി GT Neo 3 എന്ന സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. 150 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. 4500 mAh ബാറ്ററിയും 150 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ MediaTek Dimensity 8100 Plus എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 9 5G ബാൻഡ്സ് വരുന്നുണ്ട്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. വോയിസിന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 23,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പഴയ ഫോൺസ് ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഫോൺ എടുത്താൽ മതി. അതുപോലെ തന്നെ റിയൽമി GT 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതും പഴയ ഫോണാണ്. എന്നാലും 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 13 5G ബാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. 6.43 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4500 mAh ബാറ്ററിയും 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 35,500 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി GT 2 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇത് കുറച്ച് പഴയ ഫോണാണ്, എന്നാലും നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. 6.7 ഇഞ്ചിന്റെ 2K AMOLED ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ LTPO എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50+50+3 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 35,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇതൊക്കെയാണ് റിയൽമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.